എല്ലാ വിശിഷ്ട വ്യക്തികളെയും നല്ലൊരു ഹർഷാരവത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. Good morning, Nirmala. On behalf of Nirmala College Autonomous, it is my honor and privilege to welcome you all to the much-awaited Union Inauguration Ceremony of 2024-25. This marks a new chapter of leadership, collaboration, and commitment as we officially induct the leaders who will steer our union toward greater achievements. Today, we celebrate not just the individuals who take on this responsibility, but also the spirit of teamwork and dedication that makes our community vibrant and dynamic. I, Jen Kijus and Mary Moutinho are here to take you all through this auspicious occasion. We are delighted to have our esteemed dignitaries, faculty members, students and guests whose presence makes this occasion even more special. Nirmala College, Moovattupuzha Autonomous. ഇന്ത്യയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്ന നിർമ്മല കോളേജ് ഓട്ടോണമസ് അക്കാദമിക് മികവിനും സാമൂഹിക ഉത്തരവാദിത്തത്തിനും പേരുകേട്ടതാണ്. ഇന്ന് നിർമ്മലയ്ക്ക് ആഘോഷത്തിന്റെ ദിനമാണ്. വരും ദിനങ്ങളിൽ നിർമ്മല കാണാൻ പോകുന്ന വർണ്ണാഭമായ പരിപാടികൾക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് എന്ന പദവിയിലേക്ക് ഉയർന്ന തലയെടുപ്പോടെ ഈ നഗരത്തിൽ നിൽക്കുമ്പോൾ മികച്ചതിൽ നിന്ന് കൂടുതൽ മികച്ചതിലേക്ക് നമ്മുടെ കോളേജ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മല കോളേജിനെ ഏറ്റവും ആവേശത്തോടെ ഊർജത്തോടെ നയിക്കാൻ പോകുന്ന ഒരു കരുത്തുറ്റ യൂണിയൻ തന്നെയാണ് നമുക്കുള്ളത്. യൂണിയൻ ഡേ 2024. ഇത് സൗഹൃദത്തിന്റെ അടങ്ങാത്ത ആവേശത്തിന്റെ ഉത്സവമാണ്. ഓർമ്മ പുസ്തകത്തിൽ സൂക്ഷിക്കാൻ, ഹൃദയത്തോട് ചേർക്കാൻ ഒരുപിടി നല്ല നിമിഷങ്ങൾ ഈ ദിനം നിങ്ങൾക്ക് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കാൻ വരും അധ്യയന വർഷത്തിലേക്കുള്ള പരിപാടികൾ അടിപൊളിയാക്കാൻ ഇന്ന് ഐശ്വര്യപൂർവ്വം നമുക്ക് തുടക്കം കുറിക്കാം. So, welcome to the College Union Inauguration Ceremony of Nirmala College, Moovattupuzha Autonomous 2024-25. Before we begin today's proceedings, let us take a moment to bow our heads in prayer. Prayer is not just a ritual, but a time to reflect, seek blessings, and as we gather here, let us invoke the divine presence to guide us, inspire us, and bless us with wisdom and unity. Prayer. സ്നേഹദീപമേ
occasion, I gladly call upon the staff advisor of this college, Dr. Vinod KV, for welcoming all. Sir, please. ഈ യോഗത്തിന്റെ അധ്യക്ഷനും നിർമ്മല കോളേജിന്റെ പുതിയ യൂണിയൻ ചെയർപേഴ്സണുമായ ശ്രീ അമർനാഥ് അനീഷ്, നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയും ഉദ്ഘാടകനുമായ ശ്രീ രമേശ് ചെന്നിത്തല, അതിഥികളായി ഇന്ന് നമ്മോടൊപ്പമുള്ള മൂവാറ്റുപുഴയുടെ ആദരണീയ MLA ശ്രീ മാത്യു കുഴൽനാട്, ശ്രീ ജോസഫ് വാഴയ്ക്കൻ, വിശിഷ്ട അതിഥിയായി ഇന്ന് നമ്മോടൊപ്പമുള്ള സിനിമാ നടനും സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റിയുമായ ശ്രീ അദ്രി ജോ, നിർമ്മല കോളേജിന്റെ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജസ്റ്റിൻ കെ ലിയാക്കോസ്, വേദിയിലുള്ള വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ എമാനുവൽ എ, കോളേജ് ബർസ ഫാദർ പോൾ അറത്തൂർ, വേദിയിലുള്ള മറ്റ് യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോളേജ് യൂണിയൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് സമംഗളം തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങിനാണ് നാം സാക്ഷികളാകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിർമ്മല കോളേജിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കോളേജിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും സമഗ്ര വികസനമാണ്. ഇന്ന് രാവിലെ കോളേജിലേക്ക് ഇറങ്ങുന്ന സമയത്ത് TV വാർത്തയിൽ യാദൃശ്ചികമായി TV ഓണാക്കിയ സമയത്തുള്ള വാർത്ത നിർമ്മല കോളേജിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നലെ ക്യാമ്പസിൽ സ്ഥാപിച്ച ഒരു വലിയ നക്ഷത്രം, അതിനെക്കുറിച്ച് എല്ലാ ചാനലുകളിലും വാർത്ത രാവിലെ മുതൽ അവരേറിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാർത്തയിൽ എൻ്റെ ശ്രദ്ധയാകർഷിച്ച പ്രധാന കാര്യം ആ നക്ഷത്രത്തിന് വലുപ്പമല്ല, പകരം ആ നക്ഷത്രത്തിൽ നമ്മുടെ കോളേജിലുള്ള 3000 കുട്ടികളുടെ ചിത്രമുണ്ട് എന്നുള്ളതാണ്. ആ നക്ഷത്രം പോലെ നിർമ്മലയിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഒരു തിളങ്ങുന്ന താരകമാക്കി മാറ്റും എന്നത് നിർമ്മല കോളേജിന്റെ ഉറപ്പാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിൽ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ. ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന യൂണിയനും കുട്ടികളെ ഈ പഠ്യേതര പ്രവർത്തനങ്ങളിൽ പ്രിൻസിപ്പലോടൊപ്പം ചേർന്ന് നിന്ന് വിദ്യാർത്ഥി സമൂഹത്തിനായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ഈ വർഷം നമുക്ക് വളരെ ഊർജ്ജസ്വലരായ മിടുക്കരായ ഒരു പറ്റം യൂണിയൻ മെമ്പേഴ്സിനെ, യൂണിയൻ എക്സിക്യൂട്ടീവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് വളരെ മംഗളകരമായൊരു തുടക്കം ഇന്ന് കുറിക്കപ്പെടുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വം ശ്രീ രമേശ് ചെന്നിത്തല. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ തുടങ്ങി അതിൻ്റെ അമരക്കാരനായി, നിയമസഭാ സാമാജികനായി, പാർലമെന്റ് മെമ്പറായി, കേരള ആഭ്യന്തരമന്ത്രിയായി, 14ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി തുടങ്ങി ഒരു യൂണിയൻ തുടക്കം കുറിക്കാൻ അവരോടൊപ്പം ആ വിളക്കം തെളിയിക്കാൻ ഇതിനേക്കാൾ യോഗ്യനായ മറ്റാരുണ്ട്. ആദരപൂർവ്വം ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മുടെ മൂവാറ്റുപുഴയുടെ MLA ശ്രീ മാത്യു കുഴൽനാട് അവർ നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ്. നിർമ്മലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, അത് ആധുനികമായിക്കോട്ടെ, കലാപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ട് നമ്മുടെ ക്യാമ്പസിൽ ഇടപെടൽ നടത്തുകയും വിദ്യാർത്ഥികളോടൊപ്പം കോളേജിന്റെ ഉയർച്ചയിലും പ്രതിസന്ധിയിലും ചേർന്ന് നിൽക്കുകയും ചെയ്ത നമ്മുടെ ആദരണീയനായ MLA ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം. മൂവാറ്റുപുഴയുടെ മുൻ MLA ആയ ശ്രീ ജോസഫ് വാഴയ്ക്കൻ, അദ്ദേഹം MLA ആയിരുന്ന കാലത്ത് നമ്മുടെ കോളേജിന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. കോളേജിന്റെ ഭൗതിക വികസനത്തിൽ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിർണായകമായ സംഭാവനകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഈ യോഗത്തിനായിരിക്കുന്നതിൽ നമ്മളെ കോളേജിന് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇന്ന് നമ്മോടൊപ്പമുള്ള ചലച്ചിത്ര പ്രവർത്തകൻ, യുവ തലമുറയ്ക്ക് വളരെ സുപരിചിതനായ നമ്മുടെ അദ്രി ജോ, കലുമാല, കലോമസിലേക്ക് തുടങ്ങി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത മൂവാറ്റുപുഴക്കാരൻ.
നമ്മുടെ യൂണിയനെ ഊർജ്ജം പകരാനായി പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം യുവതലമുറയുടെ പൾസ് അനുസരിച്ച് സാമൂഹിക പ്രതിബദ്ധതയുടെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടതില്ല. ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ കോളേജിന്റെ പുതിയ ചെയർപേഴ്സണായ ശ്രീ അമർനാഥ് അന്വേഷണമാണ്. അമർനാഥ് മലയാള വിഭാഗം ബിരുദ വിദ്യാർത്ഥിയാണ്. യൂണിയൻ ചെയർപേഴ്സൺ ആകുന്നതിന് മുൻപ് തന്നെ അമർനാഥിന്റെ വ്യക്തിത്വം നമുക്കെല്ലാം പരിചിതമാണ്. കോളേജിന്റെ ക്ലബ് ആക്ടിവിറ്റിയിലും മറ്റെല്ലാ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥിയാണ്. അദ്ദേഹം തന്നെ യൂണിയന്റെ അകത്ത് വന്നു എന്നുള്ളത് ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അമർനാഥിനെയും സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇന്നത്തെ യോഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അച്ഛനുണ്ട്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു കേരളത്തിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ യൂണിറ്റിൻ്റെ ഒരു മോട്ടോ, ഒരു ടാഗ് ലൈനാണ്, എ കെയറിംഗ് വിഷൻ വിത്ത് എ ഗ്ലോബൽ വിഷൻ. നമ്മൾ ഇന്ന് കാണുന്ന നിർമ്മലയുടെ ഈ പുതിയ മുഖം കോളേജിന് സമ്മാനിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തി, അന്താരാഷ്ട്ര തലത്തിലൊക്കെ യാത്രകൾ നടത്തി ഒരുപാട് അനുഭവം പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് കോളേജിലുള്ള ഓരോ കാര്യത്തിൻ്റെയും ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട് അദ്ദേഹം ബദ്ധശ്രദ്ധനാണ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തെയും ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മല കോളേജ് ഒരു ദശാസന്ധിയിലൂടെ കടക്കുകയാണ്. കോളേജ് അടുത്ത ഘട്ടത്തിലേക്ക് 2024-25 കോളേജിനെ സംബന്ധിച്ച് നിർണായകമായ വർഷമാണ്. കോളേജ് ഓട്ടോണമസായി 4 വർഷം ബിരുദ പ്രോഗ്രാമാണ്. അക്കാദമികമായിട്ടും ഭൗതികമായിട്ടൊക്കെ വലിയൊരു വികസനം കുതിച്ചുചാടാൻ നമ്മുടെ ക്യാമ്പസ് കാഴ്ചവയ്ക്കുന്ന ഒരു അവസരമാണ്. ഇപ്പോൾ കോളേജിന്റെ പരീക്ഷാ സംവിധാനം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് മേൽനോട്ടം നൽകുന്നത് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ മാനുവൽ സാറാണ്. സാറുണ്ട്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഊർജ്ജസ്വലമായിട്ട് ബർസാർ നമുക്കുണ്ട്. ഈ വർഷം അദ്ദേഹം ബർസാറായിട്ട് ചുമതലയേറ്റെടുത്തു. ഫാദർ പോൾ കളത്തു. അദ്ദേഹം ചെറുപ്പമാണ്. വിദ്യാർത്ഥികളെ പോലെ തന്നെ ഊർജ്ജസ്വലമായിട്ട് കുട്ടികളോടൊപ്പം അധ്യാപകരോടൊപ്പം ഓടിച്ചാടി നടന്ന് എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം ഒരു കൂട്ടുകാരനെ പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് വേദിയിലിരിക്കുന്ന യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. വൈസ് ചെയർപേഴ്സൺ ജെനിമോൻ ജെയിംസ്, ജനറൽ സെക്രട്ടറി കാർത്തിക് ടി എം, ആർട്സ് ക്ലബ് സെക്രട്ടറി അലൻ ടോംഷറി, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേഴ്സ് അബ്ദുറഹ്മാൻ എസ് ആൻഡ് സാന്ദ്ര കേരള, മാഗസിൻ എഡിറ്ററായ ആൻ മരിയ ജെയിംസ്, ലേഡി റെപ്രസെൻറ്റേറ്റീവ്സായ ഏഞ്ചൽ എല്ലോസ്, നിത കർലിയോൺ, ഫസ്റ്റ് ഡി സി റപ്പായ ഫാരിസ് അഹമ്മദ്, സെക്കൻഡ് ഡി സി റപ്പ് മുഹമ്മദ് അയാസ്, തേർഡ് ഡി സി റപ്പ് ജൗഹ, ഫസ്റ്റ് പി ജി റപ്പ് ജോയൽ ജിജു, തേർഡ് പി ജി റപ്പ് അന്നു ടോമി, കൂടാതെ നമ്മുടെ സ്പോർട്സ് സെക്രട്ടറിയായ അലൻ എന്നിവർ വേദിയിലുണ്ട്. നമ്മുടെ ചെയർപേഴ്സണായ അമർനാഥിൻ്റെ വലിയ ശക്തി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ ഒരു എക്സിക്യൂട്ടീവാണ്. വളരെ ഊർജ്ജസ്വലനാണ്. കഴിഞ്ഞ ദിവസം കൂടിയ യൂണിയൻ മീറ്റിങ്ങിലെല്ലാം യൂണിയൻ്റെ ഈ വർഷത്തെ പ്രവർത്തന പദ്ധതി അവർ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ക്യാമ്പസിന് ഇണങ്ങുന്ന രീതിയിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള ഒരുപാട് പ്രോഗ്രാംസ് അവർ ആവിഷ്കരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ ഒരു പ്രവർത്തന മികവ് എന്താണ് എന്ന് നിങ്ങൾക്ക് നേരിട്ട് തിരിച്ചറിയേണ്ട ഒരു അവസരമാണ്. എല്ലാ യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന വിശിഷ്ടമായ രാഷ്ട്രീയ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, ഒരുപാട് രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ, ശ്രീനിവാസ് തോമസിനെ എല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെയും സ്നേഹപൂർവ്വം ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽസ്, ഡീൻ, കൾച്ചറൽ കമ്മിറ്റി കോർഡിനേറ്റർ, കൾച്ചറൽ കമ്മിറ്റി മെമ്പേഴ്സ്, വകുപ്പ് മേധാവികൾ, അധ്യാപക സുഹൃത്തുക്കൾ, അനധ്യാപകർ, മാധ്യമ പ്രവർത്തകർ എന്നിവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ നമ്മുടെ ഈ പഠന ചടങ്ങിന് ശേഷം നമ്മുടെ മ്യൂസിക് ക്ലബിൻ്റെയും ഡാൻസ് ക്ലബിൻ്റെയും ഒക്കെ സവിശേഷമായ പ്രോഗ്രാം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു മ്യൂസിക് ബാൻഡിൻ്റെ പെർഫോമൻസ് ഉണ്ട്. പുതുതലമുറയുടെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള ചേരുവകൾ അടങ്ങിയ ഒരു യൂണിയൻ ഇനാഗുറേഷനാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ എക്കാലവും നിങ്ങൾ ഓർത്തെടുക്കുന്ന ഒരു ദിനമായി ഇന്നത്തെ ദിവസം മാറും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ വിനോദ് സാറിനെ ഈ ആഘോഷ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ആദരണീയരായ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജസ്റ്റിൻ, വൈസ് പ്രിൻസിപ്പൽ സർ, നമ്മുടെ കോളേജിലെ പ്രിയങ്കരനായ പ്രിയവത്സ കോളേജ്, നമ്മുടെ ഇന്നത്തെ വേദിയിലെ വിശിഷ്ട അതിഥികളായ നമ്മുടെ മോറ്റയുടെ MLA സർ, നമ്മുടെ മുൻ MLA ജോസഫ് ആർക്കിൻ സർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മലയാള സിനിമയുടെ ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റേതായ ഒരു സ്ഥാനം മലയാള സിനിമയിൽ ഒപ്പിച്ച നമ്മുടെ മലയാള സിനിമയുടെ മൂവാറ്റുപുഴയുടെ അഭിമാനമായ ബിജു, നമ്മുടെ സ്റ്റാഫ് കോർഡിനേറ്ററായ നന്മലയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, അനാധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് 2024-25 അധ്യയന വർഷത്തെ നിർമ്മല കോളേജിലെ ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും ഇവിടെ നിന്ന് തിരിതെളിയുകയാണ്. ഈ ഒരു വേളയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിർമ്മല കോളേജിലെ ചെയർമാനായി നിൽക്കുമ്പോൾ ഒട്ടനവധി പേരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒട്ടനവധി പേരോട് ഞാൻ നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഞങ്ങൾ ഒരു സുഹൃത്തുക്കൾ കഴിഞ്ഞ 2-2.5 കൊല്ലമായി കണ്ട സ്വപ്നമാണ് ഇന്ന് നിർമ്മല കോളേജിലൂടെ അവരുടെ തട്ടിപ്പാവിൽ പൂവണിരിക്കുന്നത്. ബേസിൽ ജോസഫ് ഒരു സിനിമയിൽ പറയുകയുണ്ടായി, നമ്മൾ ഒരു ലക്ഷ്യസ്ഥാനം അടയുന്നതിന് വേണ്ടി അതിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ദൈവം ആ ഒരു ലക്ഷ്യസ്ഥാനം നമ്മുടെ മുന്നിൽ നിന്ന് കുറച്ചുകൂടി അകലേക്ക് മാറ്റിവെക്കും. നമ്മൾ വീണ്ടും ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നെടുക്കുമ്പോൾ ദൈവം കുറച്ചുകൂടി അകലേക്ക് മാറ്റിവെച്ച് നമ്മുടെ മുന്നിലേക്ക് കുറേ അനവധി കടമ്പകൾ, പ്രതിസന്ധികൾ മുന്നിലോട്ട് വെച്ച് നിരത്തും. നമ്മൾ വീണ്ടും ആ കടമ്പകളെല്ലാം, പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് അതെല്ലാം മറികടന്ന് ആ ഒരു ലക്ഷ്യസ്ഥാനം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുമ്പോൾ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തിൻ്റെ ഒരു മൂല്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കും. അതുപോലെയാണ് ഇന്ന് നിർമ്മല കോളേജിലെ ചെയർമാനായിട്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എത്രത്തോളം മൂല്യമേറിയതാണ് എന്നിലെ ഈ ഉത്തരവാദിത്തങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ഒരു വേദി എനിക്ക് കുറച്ചുകൂടി സന്തോഷം പകരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മ, അച്ഛൻ, അനിയൻ ഇവിടെ ഈ വേദിയെ ധന്യമാക്കി തീർക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കോളേജിലെ ചെയർമാനായിട്ട് നിൽക്കുമ്പോൾ അതിലൊരു സന്തോഷവും ഒരു അഭിമാനം കൂടി തോന്നുന്ന ഒരു നിമിഷമാണ് ഇന്നെനിക്ക്. ഈ ഒരു വേളയിൽ എനിക്ക് നിങ്ങളോട് ഒരു ഉറപ്പ് നൽകാൻ കഴിയും. കാരണം ഈ ഒരു യൂണിയൻ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. പൂർണ്ണമായും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികളുടെ ഓരോ ആവശ്യങ്ങളും നോക്കി കണ്ടും ചെയ്യുന്ന ഒരു യൂണിയൻ ആയിരിക്കും ഞാൻ അടങ്ങുന്ന 14 അംഗ പാനൽ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ട എന്ത് ആവശ്യങ്ങൾക്കും ഞങ്ങളെ നിങ്ങൾ സമീപിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നന്ദി. അവസാനം നമ്മുടെ ചെയർമാൻ അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ അനിയനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ ഒരു ആഘോഷ വിരുന്നിലേക്ക് എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. It's an honor to invite Father Dr. Justin K. Kuriakis, Principal of Nirmala College Autonomous. Your unwavering leadership and vision have always been a source of inspiration for the entire college community. As we inaugurate the new union, we look forward to hearing your valuable message, which will undoubtedly motivate us to uphold the values of excellence, teamwork, and service that our institution stands for. May I now request our beloved principal, Reverend Dr. Justin Fernandez, to deliver the message. Father, please. യോഗത്തിന്റെ അധ്യക്ഷനും കോളേജ് യൂണിയൻ ചെയർപേഴ്സണുമായ ബഹുമാനപ്പെട്ട അമൃത അനീഷ്, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവും കോമൻസുമായിരുന്ന ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയായി ഈ നിർമ്മല ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്ന ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തല, നിർമ്മല കോളേജിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മുടെ ഏവരുടെയും ഏറ്റവും പ്രിയങ്കരനായ MLA മാത്യു കുളനാടൻ, മൂവാറ്റുപുഴ മുൻ MLA ശ്രീ ജോസഫ് ആർക്കിൻ, കോളേജിന്റെ ഏറ്റവും ആദരണീയനായ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ JJ
എമാനുവൽ, ഡോക്ടർ ലിജി ജേക്കബ്, ഡോക്ടർ സോണി ക്രിയാദോസ്, കോളേജ് ബർസാർ ഫാദർ ഡെനിസ് കളത്തൂർ, മൂവാറ്റുപുഴയ്ക്ക് സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമാ നടനും തിരക്കഥാകൃത്തുമായ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അദ്രി ജോൺ, യൂണിയൻ ഭാരവാഹികളെ, സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ വിനോദ് കെ വി, വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്നേഹിതരെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമ്മേളനം നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു ദിനം കൂടിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുവാനും കേൾക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒത്തുചേർന്നിരിക്കുന്ന ഒരു മഹനീയ നിമിഷമാണ് ഇത്. കേരളത്തിലെ എണ്ണപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരിൽ പലരും ഇന്ന് ഈ വേദി അലങ്കരിക്കുന്നു എന്നത് കോളേജിന് വളരെ അഭിമാനവും അതിലേറെ ആഹ്ലാദവും നൽകുന്നതാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ചെന്നിത്തല സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ തൻ്റെ എല്ലാ സിദ്ധികളും പ്രകടിപ്പിക്കുകയും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും വേണ്ടി നടത്തിയ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതാണ് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ജനങ്ങളെ ശക്തമായി നിലനിന്നുകൊണ്ട് നിർമ്മലയ്ക്ക് വേണ്ടിയും മൂവാറ്റുപുഴയ്ക്ക് വേണ്ടിയും എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന MLA മാത്യു തൊഴിലാളൻ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. നമ്മുടെ മുൻ MLA, അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ ആദരിക്കുന്ന ജോസഫ് ആഴക്കൻ ഈ സമ്മേളനത്തിലുള്ള അതൊക്കെ നമ്മെ ആഹ്ലാദപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. നിർമ്മല കോളേജ് 72 വർഷത്തെ പാരമ്പര്യം പുലർത്തുന്ന ഒരു കോളേജാണ്. പ്രഗത്ഭരായ അനേകം വിദ്യാർത്ഥികൾക്ക് ലോകത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ സുദീർഘമായി സേവനം ചെയ്യുന്ന നല്ല ഒരു വിദ്യാർത്ഥികളുള്ള ഒരു സ്ഥാപനമാണ് ഇത്. 3000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും പിന്തുണ നൽകിയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ഇന്ന് ഈ സമ്മേളനം തുടങ്ങുമ്പോൾ വിനോദ് സാർ എന്നോട് പറഞ്ഞിരുന്നു, അദ്ദേഹം TV കണ്ട ഒരു വാർത്തയെക്കുറിച്ച്. ഇന്ന് ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ രാവിലെ വന്നൊരു മെയില് ഈ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. 3000 വിദ്യാർത്ഥികളും മുഴുവൻ അധ്യാപകരും അനധ്യാപകരും ഒന്നു ചേർന്ന് നിർമ്മിച്ചെടുത്തിരിക്കുന്ന 55 അടി ഉയരമുള്ള 30 അടി വീതിയുള്ള ബൃഹത്തായ ഒരു സ്റ്റാർ നമ്മൾ നിർമ്മിച്ചിരുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയുടെയും ഏകത്വത്തിൻ്റെയും വലിയ പ്രതീകമായി ഇന്ന് സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ പ്രത്യേകതയും ഇത് ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞൊരു മെയിലായിരുന്നു ഇന്ന് രാവിലെ എനിക്ക് വന്നത്. ഇത് നിർമ്മലയ്ക്ക് സന്തോഷവും ആഹ്ലാദവും നൽകുന്നതാണ്. നിർമ്മല എന്നും ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നു ചേർന്നുകൊണ്ട് ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും സാധ്യതകൾ സഫലീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമുക്കറിയാം. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ മികച്ച രീതിയിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ നേടുന്ന, ഏറ്റവും കൂടുതൽ A+കൾ നേടുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് നിർമ്മല എന്ന് നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ കേരളത്തിന് വെളിയിൽ പോയി പഠനം നടത്താൻ ആഗ്രഹിക്കുമ്പോഴും നിർമ്മലയ്ക്ക് വിദ്യാർത്ഥികളിൽ കുറവില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിന് കാരണം ഇവിടെ നിലനിൽക്കുന്ന അധ്യാപക വിദ്യാർത്ഥി സൗഹൃദവും പഠന നിലവാരത്തിൻ്റെ മെച്ചവുമാണ് എന്ന് പൊതുസമൂഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ഈ ദിവസം നമ്മുടെ യൂണിയൻ ഭാരവാഹികളെ എല്ലാവരെയും കൃത്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഒരു കരുതുകയാണ്. അമർനാഥ് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. അദ്രിയെ പോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കാൻ വലിയ താല്പര്യവും അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഈ യൂണിയന്റെ ചെയർപേഴ്സണായി അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ യൂണിയൻ ഭാരവാഹികളുണ്ട്. 2024-25 അധ്യയന വർഷത്തെ യൂണിയൻ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിർമ്മല കോളേജിലേക്ക് കടന്നു വന്ന് നമ്മളുടെ സ്നേഹം പങ്കുവയ്ക്കാനായി കടന്നു വന്നിരിക്കുന്ന രമേശ് ചെന്നിത്തല MLA-യും അതോടൊപ്പം തന്നെ മാത്യു തൊഴിലാളൻ MLA-യും ശ്രീ വാഴക്കനെയും മറ്റെല്ലാവരെയും പ്രത്യേകമായി നിർമ്മലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്
നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം നടന്നുകൊണ്ട് ഒരു വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. ശ്രീ രമേശ് ചെന്നിത്തല സർ 2011 മുതൽ കേരള നിയമസഭയിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നുമുള്ള നിയമസഭാ അംഗമായി തുടരുന്നു. 2005 മുതൽ 2014 വരെ കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും 2014 മുതൽ 2016 വരെ രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയായും 2016 മുതൽ 2021 വരെ 14 കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സാധാരണ വിദ്യാർത്ഥി എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിലെ നക്ഷത്രമാകുന്നത് എന്നതിനൊരു പാഠപുസ്തകം തന്നെയാണ് രമേശ് ചെന്നിത്തല സർ. സാറിനെ എത്രയും ബഹുമാനത്തോടെ ഈ യൂണിയൻ ഇനാഗ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഈ വിജയയാത്രയ്ക്ക് തുടക്കം കുറിക്കാം. അഗ്നി എന്നത് പ്രിയങ്കരനായ കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീ അമർനാഥ് അനീഷ്, സ്വാഗതം ആശംസിച്ച ഡോക്ടർ വിനോദ് കെ വി, സ്റ്റാഫ് അഡ്വൈസർ, ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്, ആദരണീയനായ മൂവാറ്റുപുഴയുടെ ജനകീയ MLA ശ്രീ മാത്യു കുളനാടൻ, പ്രിയങ്കരനായ മുൻ MLA ശ്രീ ജോസഫ് വാണിക്കൻ, മൂവാറ്റുപുഴയുടെ ചലച്ചിത്ര ലോകത്തേക്കുള്ള സംഭാവന ശ്രീ ആദ്രി ജോ, പ്രിയപ്പെട്ട പ്രൊഫസർ ഇമ്മാനുവൽ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പോൾ കിളക്കു, കാർത്തിക് PM ജനറൽ സെക്രട്ടറി, കോളേജ് യൂണിയന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അമർനാഥിന്റെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സ് പോയത് 46 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കോളേജ് യൂണിയൻ ചെയർമാനായി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സംഭവത്തെ പറ്റിയാണ്. 1978 ചങ്ങനാശ്ശേരി NSS കോളേജിലെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു ഞാൻ. അപ്പൊ എന്റെ മനസ്സ് മുഴുവൻ ആ കാലഘട്ടത്തിലെ കാണപ്പെടുന്നു. ഒരു കോളേജ് യൂണിയന്റെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ആ നേതൃത്വ ഗുണം, വിദ്യാർത്ഥികൾ നൽകുന്ന അംഗീകാരം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യം, അതെല്ലാം അമർനാഥനുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കോളേജ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ KSU പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ കോളേജിന്റെ വെളിയിൽ വന്ന് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. ആദ്യമായിട്ടാണ് കോളേജിൽ അന്ന് പ്രിൻസിപ്പൽ ഫാദർ വെള്ളമറ്റം ആയിരുന്നു. അതുകൊണ്ട് പ്രഗത്ഭനായ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു. ഞാൻ പ്രിൻസിപ്പലിനോട് പറയുകയായിരുന്നു, അദ്ദേഹം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ധാരാളം പ്രഗത്ഭരായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കേരള സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് മിക്ക സ്കൂൾ കോളേജുകളിലും കുട്ടികളുടെ എണ്ണം കുറയുന്നു. ഇവിടെ 3000-ലധികം കുട്ടികൾ പഠിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ മികച്ച ഒരു വിദ്യാലയം എന്ന നിലയിൽ, മികച്ച ഒരു കോളേജ് എന്ന നിലയിൽ, അതും ഓട്ടോണമസ് കോളേജ് എന്നുള്ള നിലയിൽ നിർമ്മല കോളേജിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായി നേരുകയാണ്. എത്രയോ തലമുറകളെ 72 വർഷം
ഒരു വിദ്യാലയമാണ്, ഒരു കോളേജാണ്. സ്വാഭാവികമായും ഇനി എത്രയോ തലമുറകളെ നേർവഴിക്ക് നയിക്കാനുള്ള അവസരം ഈ കോളേജിന് ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി ആശംസിക്കാനുള്ളത്. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ലോകം അനുദിനം പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ സമസ്ത തുറകളിലും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അത് ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പരിസ്ഥിതിയുടെ കാര്യത്തിലാണെങ്കിലും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമുക്ക് മനസ്സിലാകാത്ത നിലയിലുള്ള വിശാലമായ ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ടെക്നോളജി വരുത്തിയിരിക്കുന്ന മാറ്റം ചെറുതല്ല. നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് ടെക്നോളജിയുടെ മാറ്റം. ഒരു കാലത്ത് വൈദ്യുതി വന്നതായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ അനുഭവം. ഇന്നതെല്ലാം മാറി എത്രമാത്രം മാറ്റത്തിന് നമ്മൾ വിധേയമാവുകയാണ്. പണ്ട് നമ്മുടെ വീട്ടിൽ ടെലിഫോൺ എന്ന് പറയുന്നത് അത്ഭുത വസ്തുവായിരുന്നു. പലരും ടെലിഫോണിന് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുമായിരുന്നു. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ ടെലിഫോൺ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പണ്ട് നമ്മൾ ഫ്രണ്ട് നോക്കിയ നിന്റെ കടയിലാണ്. പണ്ട് ഫ്രണ്ട് നോക്കിയ ആളുകൾ കാത്തിരിക്കുമായിരുന്നു ആളുകളോട് സംസാരിക്കാൻ. അപ്പോൾ ലോകത്ത് എവിടെയുള്ള ആളുകളോട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ടെലിഫോണിൽ സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും മാറ്റം ഉണ്ടാവുകയാണ്. ഇപ്പം നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നു വരികയാണ്. ആളുകൾ പത്രങ്ങൾ വായിക്കുന്നതിന് സാമൂഹ്യ മാധ്യമങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. ഇന്ന് സ്മാർട്ട് ഫോണുകൾ രംഗത്ത് വന്നു. അതോടുകൂടി വാട്സാപ്പുകൾ ഉണ്ടാകുന്നു. അതോടെ ലോകം മറ്റൊരു തലത്തിൽ എത്തുകയാണ്. കമ്മ്യൂണിക്കേഷൻസിന്റെ അതിവിപുലമായ വളർച്ച ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് ചെറുതായി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഒരിക്കൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞു ഇതൊരു വെട്ടി പറ്റിയാണ് നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്നത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന കാലമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിലും ഫോണുകൾ, സ്മാർട്ട് ഫോണുകളാണെങ്കിലും അതെല്ലാം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് IT ഹബ്ബുകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി IT വിദഗ്ധന്മാരായി പ്രവർത്തിക്കുന്ന കാണുമ്പോൾ സന്തോഷം. ബാംഗ്ലൂരിൽ ചെന്നാൽ നമ്മുടെ കുട്ടികൾ അവിടെ ജോലിയെടുക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അമേരിക്കയിൽ പോയാൽ മലയാളികളായി കുട്ടികൾ, ഇന്ത്യക്കാരായ കുട്ടികൾ ധാരാളമായി ജോലി ചെയ്യുന്ന കാണാൻ കഴിയുന്നു. നമ്മളിന്ന് ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാണ്. ലോകത്തെ തന്നെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തൊഴിൽ, സംസ്കാരം എന്നിവയെല്ലാം മാറ്റിമറിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന 50% തൊഴിലുകൾ 2029 ആകുമ്പോഴേക്കും അപ്രത്യക്ഷമാകുമെന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന തൊഴിലുകൾ പോലും അപ്രസക്തമാവുകയാണ്. ഇവിടെ ഈ കുട്ടിയുടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചുകൊണ്ട് വന്ന ഫോട്ടോ എടുക്കാനായിരുന്നു. ഇന്ന് ആരും ഫോട്ടോഗ്രാഫറെ വിളിക്കുന്നില്ല. നമ്മളെല്ലാവരും ഇന്ന് ഫോട്ടോഗ്രാഫർമാരാണ്. എന്നാൽ നമ്മളെല്ലാവരും പത്രലേഖകരാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതാം. പത്രപ്രവർത്തകരെക്കാൾ വേഗതയിൽ വാർത്തകൾ എഴുതുന്നവരാണ് നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ ഈ വരുന്ന മാറ്റം എത്രമാത്രം വലുതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക്
പുതിയ പ്രോഗ്രാമുകൾ എഴുതുന്നു. ഏറ്റവും സൂക്ഷ്മമായ മനുഷ്യബുദ്ധി ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രമേ ഇനി മനുഷ്യരുടെ ആവശ്യം വേണ്ടി വരികയുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറാൻ പോവുകയാണ് എന്നത് പുതിയ തലമുറ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതുതരം വിദ്യാഭ്യാസം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറാൻ പോവുകയാണ്. അത് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് വേണം പുതിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിൽ നേടാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തെ സമീപിക്കണം. ആരോഗ്യ രംഗത്ത് തന്നെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടുന്ന പരമ്പരാഗതമായ ആശുപത്രി സംവിധാനങ്ങൾക്ക് വലിയ മാറ്റമാണ്. IBMന്റെ വാട്സൺ AI രംഗത്ത് വലിയ മാറ്റം നൽകുകയാണ്. എന്റെ മകൻ റേഡിയോളജിസ്റ്റാണ്. അവര് കൊണ്ടുവരുന്ന ഇമേജുകൾ ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിന് പകരം ഇന്ന് വാട്സൺ തന്നെ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് തരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അവ ലോകമെമ്പാടുമുള്ള റേഡിയോളജിസ്റ്റുകളുടെ ജോലി നഷ്ടപ്പെടുന്നത് മാത്രമല്ല, മെഡിക്കൽ രംഗത്ത് തന്നെ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുത്താൻ പോകുന്ന മാറ്റം പുതിയ തലമുറയ്ക്ക് കടുത്ത വെല്ലുവിളിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിലേക്ക് നാനോ ബോട്ടുകൾ കടത്തിവിട്ട് സങ്കീർണമായ ശസ്ത്രക്രിയകൾ പോലും നടത്തുന്ന നിലയിലേക്ക് നമ്മുടെ ശാസ്ത്രം പുരോഗമിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് മനുഷ്യന്റെ ആയുസ് എങ്ങനെ കൂട്ടാം. ഒരു മനുഷ്യന് 200 വർഷം വരെ ജീവിച്ചിരിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. ഏജിങ് റിവേഴ്സ് ചെയ്യുക, നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ പ്രായമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏജ് റിവേഴ്സ് ചെയ്യുന്ന പരീക്ഷണം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഗങ്ങൾ മൂലം മനുഷ്യൻ മരിക്കുന്ന അവസ്ഥ അപൂർവമായി മാറുന്ന ഒരവസ്ഥ ലോകത്തുണ്ടാകാൻ പോകുന്നു. അടുത്ത 50 വർഷം മുതൽ 100 വർഷം വരെ മനുഷ്യായുസ്സിലും പ്രായമാകുന്നത് അവസാനിക്കുന്നതിന് വലിയ മുന്നേറ്റം ശാസ്ത്ര ലോകം നടത്താൻ പോകുന്നു. അപ്പൊ നമ്മളിപ്പോ 60 വയസ്സിൽ 80 വയസ്സിൽ ആളുകൾ മരിക്കും. കുറെ കൂടി കഴിഞ്ഞാൽ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ 100 വർഷവും 200 വർഷവും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ശാസ്ത്രം നമ്മളെ എത്തിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും മാറ്റിമറിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ഗൗരവത്തോടുകൂടി പുതിയ തലമുറ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് ജനറിക് അഥവാ ജനറൽ IAയിലേക്കുള്ള ഗവേഷണങ്ങൾ അന്തിമഘട്ടത്തിലാണ്. മനുഷ്യൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ മെഷീന് ചെയ്യാൻ, ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മെഷീന് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ജനറിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപപ്പെട്ടു വരികയാണ്. അപ്പൊ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ ജോലിയും യന്ത്രത്തിന് ചെയ്യാൻ കഴിയും. ഇന്ന് നമ്മുടെ പരിഷ്കൃത ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ലോകത്ത് നടക്കുന്ന പുതിയ പുതിയ വെല്ലുവിളികൾ ആ വെല്ലുവിളികളെ നമുക്ക് ഗൗരവത്തോടു കൂടി കാണുന്നത്. സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിന്റെ ധാർമ്മികതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും മാറുന്ന ലോകത്ത് പുതിയ തലമുറയിൽപ്പെട്ടവരാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്തരം കോഴ്സുകളും ഇത്തരം കാര്യങ്ങളും. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിസ്മയകരമായ ഈ മാറ്റം ചെറുതായി കാണാൻ കഴിയില്ല. കാർ യുദ്ധമുള്ള ഡ്രൈവറില്ലാത്ത കാറുകൾ, പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങൾ, ഇതെല്ലാം ഇന്ന്
ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നാളത്തെ രാജ്യം എന്താകണം, നമ്മുടെ സമൂഹം എന്താകണം, ലോകം എന്താകണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ളത് ഡേറ്റയാണ്. പണ്ടൊരു കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് ഓയിലായിരുന്നു. ഓയിലുള്ള രാജ്യമാണ് ഏറ്റവും സമ്പന്നമായ രാജ്യം നമ്മൾ പറയുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും ധനികരായ വ്യക്തി ഏറ്റവും കൂടുതൽ ഡേറ്റ കൈയുള്ള ആളാണ്. അപ്പൊ ഡേറ്റയാണ് ഏറ്റവും കൂടുതൽ വിലപിടിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ വിലപിടിക്കുന്നത് ആരോഗ്യ ഡേറ്റകളാണ്. ആരോഗ്യ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ മരുന്ന് കമ്പനികൾ മരുന്ന് നിർമ്മിക്കുന്നത്. ഏത് മരുന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിനുള്ള ഡേറ്റ കൈകൊണ്ടെങ്കിൽ ആ മരുന്ന് നിർമ്മിക്കാൻ മരുന്ന് കമ്പനികൾക്ക് താല്പര്യമുണ്ടാകും. ഏത് കോഴ്സാണ് കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യമുള്ള ഡേറ്റ കൈകൊണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ പുസ്തകം നിർമ്മിക്കുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഡേറ്റയെപ്പറ്റി. അപ്പോൾ മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ബഹിരാകാശത്ത് വർഷങ്ങളോളം താമസിക്കാൻ കഴിയുക എന്ന പരീക്ഷണം നടന്നു. ചന്ദ്രനിൽ മനസ്സിലിറങ്ങിയ പോലെ ചൊവ്വയിൽ ഇറങ്ങാൻ കഴിയുമോ? ഇപ്പൊ അമേരിക്കയിൽ ഒരു വലിയ പേടകം ഉണ്ടാക്കുകയാണ്. ഞാൻ ടൈംസ് ലൈനിൽ വായിച്ചതാണ്. ആ പേടകത്തിനകത്ത് ആളുകൾ പോയി അവർക്ക് 6 ദിവസം 1 വർഷം വരെ ചൊവ്വയിൽ ജീവിക്കാൻ കഴിയത്തക്ക നിലയിൽ അത് സജ്ജീകരിച്ചിരിക്കുന്നു. അപ്പൊ ഭൂമിയിൽ സ്ഥലങ്ങളിലേക്ക് ചൊവ്വയിൽ പോയി താമസിക്കാൻ കഴിയുന്ന സാഹചര്യത്തിന്റെ ലോകത്തിൽ ഞാൻ അന്യസ്ഥാനമായ ശാസ്ത്രജ്ഞന്മാരുടെ ചോദിച്ചു, ഈ അന്യ ഗ്രഹങ്ങളിൽ ജീവിതമുണ്ടോ? അവർ പറയുന്നത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. നമ്മളെപ്പോലെ ഒരുപക്ഷെ നമ്മളെക്കാൾ ബുദ്ധിമുള്ള ജീവികൾ ഒരുപക്ഷെ അന്യ ഗ്രഹങ്ങളിൽ ഉണ്ടാകാം. ആളുകൾക്ക് അറിയില്ല. ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ താമസിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കണം. വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പുതിയ കാര്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി, നാനോ ടെക്നോളജിയെ പറ്റി, മെഷീൻ ലേണിംഗിനെ പറ്റി, റോബോട്ടുകളെ പറ്റി, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് സമൂഹത്തിൽ ജീവിക്കാനും പഠിക്കാനും മുന്നോട്ട് പോകാൻ സാധിക്കും. സ്മാർട്ട് ഫോണുകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചു, അതുപോലെ ആധുനികമായ നാനോ ടെക്നോളജിയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഇതിന് മതിയായ സന്തോഷമുണ്ട്. ഇവിടെ വരുമ്പോഴാണ് ഞങ്ങളെയൊക്കെ കോളേജ് കാലഘട്ടത്തിലേക്ക് ഞങ്ങളുടെ മനസ്സ് ഓർമ്മിക്കുന്നത്. ഇനിയിപ്പോൾ 200 വർഷം ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിനെപ്പറ്റിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറാകേണ്ടത് എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർമ്മല കോളേജിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു കോളേജ് യൂണിയൻ എങ്ങനെ പ്രവർത്തിക്കണം, അത് മെച്ചപ്പെട്ട തരത്തിൽ കുട്ടികൾക്ക് പ്രയോജനമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളുണ്ടാകും, ഡിബേറ്റുകളുണ്ടാകും. അതിനുള്ള ആളുകളെ വിളിച്ചുകൊണ്ടുവന്നാൽ ഇത്തരം കാര്യങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെടുത്താൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് പുതിയൊരു വിഷയങ്ങളോടുകൂടി പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി ഈ കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിന് അമർനാഥനും മറ്റു കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും 2020 പുതിയൊരു വർഷം 2025 ക്രിസ്മസിന്റെ ഇവിടെ തന്നെ സ്റ്റാർ വെക്കുന്ന ക്രിസ്മസ് ആരംഭിച്ചിട്ടുണ്ട്.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മഹത്തായ സന്ദേശം ഹൃദയത്തിലും മനസ്സിലും പ്രവൃത്തിയിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ ഈ വിജയയാത്രയ്ക്ക് തുടക്കം കൊടുത്തു. അഗ്നി എന്നത് ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പ്രതീകമാണ്. ഇവിടെ ദീപം തെളിയിക്കുമ്പോൾ 2024-25 വർഷത്തിൽ നമ്മുടെ യൂണിയന് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു. ദീപം തെളിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചെന്നിത്തല സാറിനെയും വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. With the presence of Sri Matthew Kulanad, our MLA. He earned his master's from the Jawaharlal Nehru University in New Delhi. He is a prolific writer and has contributed several articles in lyric newspapers and currently serving as the MLA of Muvanathupura constituency. On behalf of all the MLAs gathered here, I gladly invite Dr. Matthew Kulanad for keynote address. Sir, please. ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ കുഞ്ഞനുജൻ നിർമ്മല കോളേജ് യൂണിയൻ്റെ ചെയർപേഴ്സൺ മിസ്റ്റർ നന്ദാർ, ഇന്ന് നമുക്ക് വേണ്ടി കോളേജ് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക ഏറെ ആദരണീയനായ കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, ബഹുമാനരായിട്ടുള്ള വിശിഷ്ടാതിഥികൾ ശ്രീ ജോസഫ് വാഴക്കൻ, അതുപോലെ പ്രിൻസിപ്പൽ ആദരണീയനായ ഡോക്ടർ ജസ്റ്റിൻ കുര്യാക്കോസ്, അതുപോലെ ഇന്നത്തെ വിശിഷ്ടാതിഥി ബ്രിജോ, ഇമാനുവൽ ഏജ്, മറ്റ് പ്രിയമുള്ള വിശിഷ്ടാതിഥികൾ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അധ്യാപകരെ, നമസ്കാരം. ഞാനൊരു പ്രസംഗത്തിന് ഏതാൻ മുതിരുന്നില്ല, കാരണം വളരെ വൈകിയൊരു വേളയിലാണ്. എനിക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം നിർമ്മല കോളേജിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാകാൻ കഴിയും. എനിക്ക് ഓർമ്മ വരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രിയപ്പെട്ട അമ്മമാരും നിഖിലും അതുപോലെ ജനീമോളും ഒക്കെ ചേർന്ന് അവരവരുടെ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്, നമുക്ക് വളരെ ഉജ്ജ്വലമായ ഒരു വിജയം ഇത്തവണ ഉണ്ടാകും, അതിനുശേഷം നിർമ്മലയിലെ ഏറ്റവും മികച്ച യൂണിയനായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനവരെ പ്രോത്സാഹിപ്പിച്ച് മടക്കുകയും ഒരു വിജയശ്രീലാമതരായിട്ടാണ് പറയുന്നത്. നിർമ്മല കോളേജിൻ്റെ യഥാർത്ഥ കരുത്ത് ഇന്ന് ഈ ഹാളിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ ഹാളിലെ മഹാഭൂരിപക്ഷം ഇരിക്കുന്നത് പെൺകുട്ടികളാണ്. സാധാരണഗതിയിൽ നമ്മൾ ഏത് കോളേജിലും പരിപാടിക്ക് പോയാലും മുൻനിരയിലെല്ലാം ആൺകുട്ടികളുടെ ഒരു ഡോമിനൻസുമാണ് പലപ്പോഴും കാണുന്നത്. ഈ വേദിയിലും ചെറുതല്ലാത്ത രീതിയിൽ പെൺകുട്ടികളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഇത് കേരളത്തിലെ ക്യാമ്പസിൽ കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ്. പെൺകുട്ടികൾ ധാരാളമായി പബ്ലിക് സ്പേസിലേക്ക് കടന്നു വരികയും അവരുടെ കാര്യങ്ങൾ കരുത്തോടുകൂടി ഏറ്റെടുത്ത് വിജയകരമായി പ്രതികരിക്കുകയും ചെയ്യുന്ന നാളുകളാണ് വരുന്നത്. അതിൽ ഞാൻ ഒരേ ഒരു കാര്യം ഈ യൂണിയൻ ആരംഭിച്ച സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അന്ന് വന്നപ്പോൾ അത് നമ്മൾ ചോദിച്ചിരുന്നു, നമുക്ക്
അവർക്ക് ഇത്തവണ യൂണിറ്റ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് മൂവാറ്റുപുഴയിൽ ഇതിനു മുമ്പ് നടത്തിയ പോലെ ഗേൾസ് നൈറ്റ് ഔട്ട് എന്ന പരിപാടി നടത്താൻ കഴിയുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ MLA എന്ന നിലയിൽ ഇനീഷ്യേറ്റീവ് ഇവിടെ നടത്തിയതിൽ ഏറ്റവും സന്തോഷം കിട്ടിയ പരിപാടികളൊന്നായിരുന്നു നമ്മുടെ സെന്റ് അഗസ്റ്റിൻസിലെ +1 +2 പെൺകുട്ടികൾ ഒരു രാത്രി മുഴുവൻ മൂവാറ്റുപുഴയിലെ നഗരത്തിൽ തട്ടുകട നടത്തി അവര് ആഘോഷപൂർവമായ രാവുകൾ സൃഷ്ടിച്ച് സന്തോഷിച്ചാടി പാടി 2 ദിവസം മൂവാറ്റുപുഴയുടെ രാവുകളെ പകലാക്കിയ ഉത്സവഭരിതമാക്കിയ നാളുകളായിരുന്നു. വലിയ പിന്തുണയും വലിയ പ്രോത്സാഹനം ലഭിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഒരുപക്ഷെ കേരളം മുഴുവൻ ശ്രദ്ധിച്ച വലിയ നക്ഷത്രം നിർമ്മലയിൽ കഴിഞ്ഞതുപോലെ നിങ്ങളുടെ യൂണിയൻ ഇതിന് നേതൃത്വമെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പെൺകുട്ടികളുടെ മാറുന്ന ശബ്ദം നിർമ്മലയിൽ നിന്നും ഉയരുന്നത് പോലെ കോളേജ് യൂണിയന്റെ പേരിൽ ഗേൾസ് നൈറ്റ് ഔട്ട് എന്ന പരിപാടി ഈ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ തയ്യാറായാൽ നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഈ യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിന്ന് എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുണ്ടാകും. നമുക്ക് അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്താം. കാരണം ഇവര് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയിരുന്ന ഒന്നാണ്. ഈ MLA എന്ന നിലയിൽ എൻ്റെ എല്ലാ പിന്തുണയും ആ പരിപാടിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കലാലയം എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്ന നിർമ്മല കോളേജിൽ അതിന് ഏറ്റവും വലിയ മുഖവും കരുത്തും ശക്തിയും നൽകേണ്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. ആ ശക്തി പ്രകടനത്തിന് നേതൃത്വം നൽകേണ്ടത് കോളേജ് യൂണിയനാണ്. അതിന് ഈ യൂണിയനും അമർനാഥനും ജെല്ലിക്കയുടെ നേതൃത്വത്തിലുള്ള യൂണിയന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാടിന്റെ MLA എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ഒരു ജ്യേഷ്ഠനായി ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ആർക്കോടെ ഉത്തരം പറയാം. ലോകത്തിലെ ആദ്യത്തെ യന്ത്ര മനുഷ്യന്റെ പേര് സിസ്റ്റേഴ്സിന് പറയാം. ആരും പറയാത്തപ്പോൾ ഞാൻ പറയാം. കറക്റ്റ് ആൻസർ ആണ്. സോഫിയ ആണ് ലോകത്തിലെ ആദ്യത്തെ യന്ത്ര മനുഷ്യന്റെ പേര്. അതിന്റെ ലോകം മുഴുവൻ കറങ്ങുകയാണ്. സോഫിയയ്ക്ക് ഒരു പൗരത്വം സിറ്റിസൺഷിപ്പ് കൊടുത്തതാണ് സൗദി അറേബ്യ. ആദ്യമായി സിറ്റിസൺഷിപ്പ് കൊടുത്തത് സൗദി അറേബ്യ. ലോകം മുഴുവനായി യന്ത്ര മനുഷ്യൻ തികഞ്ഞിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. എന്താ പേര് ജമിയ ദിവസത്തിന് നല്ലൊരു കയ്യടിയോടെ നമുക്ക് അഭിവാദ്യമാണ്. മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ മുൻ MLA നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ മൂവാറ്റുപുഴ നഗരത്തിൽ ഇടം നേടിയ ഒരു മഹത് വ്യക്തിത്വമാണ് സർ. ഇത്രയും ബഹുമാനത്തോടെ യൂണിയന്റെ ലോഗോ റിലീസിന് 2 വാക്ക് സംസാരിക്കുന്നതിനുമായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിയൻ ഒരുപാട് സന്തോഷത്തോടെ 6-7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇക്കാലത്തിൻ്റെ വലിയ മാറ്റം കേരളത്തിലുണ്ടായിരിക്കുന്നു. അത് ഓട്ടോണമസായി സർട്ടിഫിക്കേഷനായി കഴിഞ്ഞ വർഷം ഗ്രീൻ അവാർഡ് കിട്ടി, ഹരിത അവാർഡ് കിട്ടി. ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണാടൻ അച്ഛൻ, എനിക്ക് അദ്ദേഹം പ്രസാദമായിരുന്ന കാലത്ത് ഞാനൊരു MLA ആണ്. അപ്പോൾ അന്നും അദ്ദേഹം ജനകീയനാണ്, ഇന്നും ജനകീയനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു
ക്ഷണിക്കുകയാണ്. നല്ലൊരു ഹർഷാരവത്തോടെ നമുക്ക് ഈ ലോഗോ സ്വീകരിക്കാം. ഈ വർഷം നമ്മൾ യൂണിയന് പേരിട്ടിരിക്കുന്നത് ഉദ്ഭവ എന്ന വാക്കാണ്. അതുപോലെ വളരെ ഊർജ്ജസ്വലമായി നമുക്ക് ഈ വർഷം പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. Now we are moving to here. Now we are moving to hear from the most awaited chief guest of the day. It's none other than Adrisu. He gained popularity through his humorous digital content and viral videos during the lockdown, including performances like the Malayalam version of Stay and other creative works like Hair Agent, etc. In cinema, he is known of roles in movies such as Thallamala, where he portrayed the character Vikas, and other films like Hello Mummy and Sulekha Mansi. നിരവധിയാർന്ന പെർഫോമൻസിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ സ്ഥാനം നേടിയ അദ്രിജോയെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടുഡേ. ഭയങ്കര എനർജി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് തന്നെ ഒരു കയ്യടി കൊടുത്താൽ പ്ലീസ് പ്ലീസ്. സാധാരണ കോളേജുകളിൽ പോകുമ്പോൾ ഏറ്റവും ഓക്വേർഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മളെ ആരും പ്രിൻസിപ്പളിന്റെ റൂമിൽ കൊണ്ടുപോകും. ഇപ്പോൾ പ്രിൻസിപ്പളിന്റെ റൂമിൽ ചില പ്രിൻസിപ്പൾമാരെ നമ്മളെ നമസ്കാരം പറഞ്ഞ് കയറ്റിയിട്ട് ആരാ എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ പക്ഷേ അച്ഛനെ ലഭിച്ചാണ് അച്ഛൻ്റെ സിനിമ അച്ഛൻ സിനിമ കണ്ടുപോയിരുന്നു. താങ്ക് യു ഫാദർ. വെരി മച്ച് താങ്ക് യു ഫോർ ദിസ് ഇൻവിറ്റേഷൻ. എൻ്റെ നാടാണ് മൂവാറ്റുപുഴ. ഞാൻ ഇവിടെ പഠിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ പഠിക്കുന്ന മൂക്കുകാരനൊപ്പം ഒരു 8 കൊല്ലം മുന്നേ ആരും പറയാതെ ഇവിടുത്തെ ആർട്സിലേക്ക് പുറകി കയറി കുറച്ചിരുന്ന് ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പുറകിൽ നിന്നും ഈ സ്റ്റേജിൽ കയറി നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തിയ എന്നെ ഓർത്ത് എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നു. അപ്പോൾ എല്ലാവരും എനിക്കൊരു പേടി പിന്നെ എന്താ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. സിനിമയുടെ പേര് എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു കാര്യം എനിക്ക് കോളേജിൽ സംസാരിക്കണം തോന്നിയത്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് അങ്ങോട്ടും നിങ്ങൾ ഓക്കെ ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്ന ഇമ്പോർട്ടൻസ് ഉണ്ട്. വേറെ ആര് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചോദിക്കുക, ഓക്കെ ആണോ എന്ന് ചോദിക്കുക. അത് ഉറപ്പുവരുത്തുക. ഓരോരുത്തർ എന്തൊക്കെയാണ് നടന്നു പോകുന്നത് എന്ന് ആർക്കും അറിയില്ല. കുറച്ചൊക്കെ അറിയാമെങ്കിൽ അറിയാത്തവരത് ഉറപ്പുവരുത്തുക. ഞാനെൻ്റെ പ്രസംഗം എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഞാൻ സർട്ടിഫൈഡ് തന്തമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു പ്രശ്നം നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോടോ ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കേട്ടിരുന്നൊരു വാക്കുണ്ട്. ദാറ്റ് വേർഡ് കംസ് വിത്ത് ആൻ ആക്ഷൻ. നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിനുള്ളൊരു മറുപടി പറയാനുണ്ടാവില്ല, ഒന്നും ചെയ്യാനുണ്ടാവില്ല. തോളത്ത് തട്ടിയിട്ട് പറയും സാരമില്ല എന്ന് പറയും. സാരമില്ല എന്ന് പറയും. സാരമില്ല എന്നുള്ള വാക്കൊക്കെ മലയാളത്തിൽ നിന്ന് പതുക്കെ പോവാണ്. സാരമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെനിക്ക് റിലേറ്റ് ചെയ്യപ്പെടാവുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതിലേറെ വേദനയിലായിരിക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾ എന്തോ ഒരു വലിയ പ്രശ്നത്തിലാണ്. ലെറ്റ്സ് കം ഔട്ട് ഓഫ് ഇറ്റ് ടുഗദർ എന്നാണ് സാരമില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റണം. ആൻഡ് യു അതിനെ ഫേസ് നിങ്ങൾക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഒരു ചുവടുപ്പൊക്കെ ഇല്ലേ, അതൊക്കെ പോകും. ഭയങ്കര സ്ലോ ഫേസാണ്.
നിങ്ങളിതാ ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പസ് ലൈഫിൽ ഉണ്ടാക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ മെമ്മറീസിൽ. സോ അങ്ങനത്തെ മൊമെന്റുകൾ ഉണ്ടാക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനെന്തോ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഒരു പാട്ട് പാടണം എന്നോട് പറഞ്ഞു. ഞാനന്നേരം അവിടെ ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, പുലിവാൽ കല്യാണത്തിൽ ചെയ്തിരിക്കുന്ന പോലെ ഞാനിങ്ങനെ മാറ്റിക്കൊണ്ട ജോസഫ് വാഴയുടെ നടക്കുന്നത് ഞാനിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കരുത്. ഞാനൊരു സ്റ്റേജിൽ കയറിയിട്ട് പാടാൻ പാകത്തിന് ഇവരുടെയൊക്കെ മുമ്പിൽ നിന്ന് പാടാൻ പാകത്തിനൊരു പാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആലോചിക്കുന്നു തന്തവയിൽ പാടാം. ഓക്കെ, അയ്യോ ഇന്ന് തന്നെ ഇറങ്ങി നിന്ന് പാടാൻ ഇപ്പൊ തന്നെ അറിയുടെ പാടിയിട്ട് അറിയുടെ തന്തവയിൽ പറഞ്ഞ പാട്ട് അതുപോലെ എന്നോട് ഒരുപാട് പേര് റിലേറ്റബിൾ ആണെന്ന് പറഞ്ഞൊരു പാട്ടാണ്. ഞാൻ ഓരോ പേരെയും ഇവിടെ ഇരിക്കുന്ന അപ്കമിങ് തന്തവയിലും ഓൾറെഡി തന്തവയിലും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പാടാം. തന്തവയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എല്ലാം മനസ്സിലായി തുടങ്ങി എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. കട്ടൻ ചായ പെട്ടെന്ന് വിത്തൗട്ടായി ഗെറ്റ് ഔട്ടായതുള്ളിലുള്ള ഞൊട്ടിപ്പോയി പീടിപ്പോയ പയ്യനാലം മാറിപ്പോയി പയ്യൻ പയ്യൻ ചോരത്തേള മാറിപ്പോയി കുന്തടിച്ച കാലം എനിക്കിത് തന്നെ വേണം. ഒരു ലോട്ടറി എടുത്ത് അടിക്കുന്നുണ്ടോ? നമ്മൾ എവിടെ നിർത്തിയായിരുന്നു? പാട്ട് പാട്ട് ഞാൻ അവിടെ കുന്തടിച്ച കാലമൊക്കെ അന്തരിച്ചു പിന്നെ നെഞ്ചു വെഞ്ചരിച്ച പാത നോക്കി സഞ്ചരിച്ച് ഞാൻ ധരിച്ചു വേദനിച്ച നേരം എന്റെ അപ്പനെന്നെ നോക്കിയൊന്നു പുഞ്ചിരിച്ച് അപ്പൂരിയലെ ഇപ്പൂരിയത് അപ്പൻ പറഞ്ഞത് ഇപ്പൂരിഞ്ചിത് ഇന്നവയത് തന്നവയത് നല്ല വൈബ്. താങ്ക് യു. നല്ല വൈബാണ്. അപ്പൊ ഇവിടെ ഈ നമ്മുടെ യൂണിയന് എല്ലാവിധ ആശംസകളും നേരുന്നു. അമർനാഥിന് എന്ത് നല്ല പേരാണ്, അമർനാഥിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടിപൊളി ഒരു വർഷമാവട്ടെ, അടിപൊളി ഒരു യൂണിയൻ പരിപാടി ആവട്ടെ, പൊളിച്ചെടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു. അല്ല, ഞാൻ സത്യം പറഞ്ഞ നൃത്തത്തിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ അറിയോ, കുട്ടികൾ നിങ്ങൾ ഡാൻസ് ചെയ്യും, ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു പാട്ടാണ്. നൃത്തത്തിൽ ഭയങ്കര മോശം. ഞാൻ ഇന്ന് രാവിലെ റെഡി ആയിട്ട് ഇറങ്ങാൻ നേരത്തെ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ മാനുള്ളത്. അപ്പൊ ഞാൻ നല്ല കോൺഫിഡൻസിൽ ഇങ്ങനെ വന്നപ്പോൾ അവനോട് ചോദിച്ചു, സിനിമാറ്റിക് ഡാൻസ്
ഡാൻസിന് പോവാൻ. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഡാൻസിന്റെ വിഷമമാണ് വന്നിരിക്കുന്നത്. ഡാൻസിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. ലോകത്തിൽ 2 തരം ജോലികളുണ്ട്. അറിയാവുന്ന ജോലി, അറിയില്ലാത്ത ജോലി. അറിയില്ലാത്ത ജോലിക്ക് പോവില്ല. താങ്ക് യു മാക്സിമം. അടുത്തതായി നിർമ്മലയെ ഇന്നും നൈർമല്യത്തോടെ കാത്തു സൂക്ഷിക്കുന്ന മഹനീയ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ എ.ജെ. ഇമ്മാനുവൽ സർ. സാറിനെ എത്രയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗാധ്യക്ഷൻ ശ്രീ അമർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, 71 വർഷത്തെ നിർമ്മല കോളേജ് യൂണിയന് ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ വർഷത്തെ കോളേജ് യൂണിയനുണ്ട്. നിർമ്മല കോളേജ് ഓട്ടോണമസിലെ പ്രഥമ കോളേജ് യൂണിയനാണ് ഈ വർഷത്തേത്. തീർച്ചയായും ഈ കോളേജ് യൂണിയന് നമ്മുടെ ഓട്ടോണമസ് സ്റ്റേറ്റസിൽ നിന്നുകൊണ്ട് മാനേജ്മെന്റിനോടും ഒപ്പം മുഴുവൻ വിദ്യാർത്ഥികളോടും ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഉള്ള ആശംസകളായിട്ട് കൊണ്ടുവരുന്നു. Nirmala College is always blessed with the presence of Reverend Father Paul Kalathur as our principal, as our bursar. His wonderful leadership always helps Nirmala to materialize its vision and mission. I gladly invite Father Paul Kalathur for felicitation. നിർമ്മല കോളേജിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിർമ്മല കോളേജിന്റെ പുസ്തകത്തില് അതിന്റെ ചരിത്രത്തില് പുതിയ വഴികൾ കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. അമർനാഥിന്റെ നേതൃത്വത്തില് യൂണിയൻ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയ ഉത്തരവാദിത്വമാണ് അമറിനെയും ടീമങ്ങളെയും നിർമ്മല കോളേജ് ഏൽപ്പിക്കുക, ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും അമർനാഥിനും ടീമങ്ങളും നേരുകയാണ്. 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് വിഷയം പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, റെസ്പോൺസിബിലിറ്റിയാണ്. ഭാരിച്ച ഉത്തരവാദിത്തമാണ് അമറിനും ടീമകൾക്കും ലഭിച്ചിരിക്കുന്നത്. ഭാരിച്ച ഉത്തരവാദിത്തം വെച്ചാൽ ഈ കോളേജ് സ്ഥാപിതമായിട്ട് ഇപ്പോൾ 22ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് യൂണിയൻ ഇവിടെ കടന്നു പോയിട്ടുണ്ടാവും. അവരിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനേജ്മെന്റിനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. രണ്ടാമത്തത് പോസിബിലിറ്റിയാണ്. എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി നിർമ്മലയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചുമതല കൂടിയാണ്. 2 തരത്തിലുള്ള 2 രീതിയിലും ഈ നിർമ്മലയെ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് ഈ ടീമുകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തികളുടെ 2 ചിത്രങ്ങൾ നമ്മുടെ കോളേജിലെ തന്നെ 2 വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വരച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറിന്റെയും നമ്മുടെ മുഖ്യ അതിഥിയായ ജോർജ് സാറിന്റെയുമാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായി ഇരുവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അത് സമർപ്പിക്കുന്നതിനായി അത് വരച്ച 2 നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അടുത്തതായി നമ്മുടെ യൂണിയനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കരുത്തുറ്റ ജനറൽ സെക്രട്ടറിയെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാർത്തികിനെ എത്രയും സ്നേഹത്തോടെ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പുത്തൻ പ്രതീക്ഷകളും പുത്തൻ സ്വപ്നങ്ങളുമായി നമ്മുടെ യൂണിയൻ ഇന്നിവിടെ തിരിതെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു നല്ലൊരു യൂണിയൻ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എന്നിവിടെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഈ യോഗത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമ്മുടെ തിരക്കുകൾ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല സാറിന് നിർമ്മല കോളേജിന്റെയും യൂണിയന്റെ പേരിലും
ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. മൂവാറ്റുപുഴയുടെ പ്രിയങ്കരനായ MLA മാത്യു കൊള്ളനാടൻ സാറിനും മുൻ MLA രമേശ് ചെന്നിത്തല, മുൻ MLA ജോസഫ് ആണിക്കൻ സാറിനും നിർമ്മല കോളേജിന്റെയും യൂണിയന്റെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വന്ന സിനിമാ താരം അതിർജോ സാറിനും നിർമ്മല കോളേജിന്റെയും യൂണിയന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഏതൊരു ആവശ്യത്തിലും കൂടെ നിൽക്കുന്ന ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ജസ്റ്റിൻ അച്ഛനെയും നിർമ്മല കോളേജ് യൂണിയന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രിൻസിപ്പൽമാരായ ഇമ്മാനുവൽ സാർ, സോണി സാർ, ജിജി സാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ യൂണിയന്റെ എല്ലാ കാര്യങ്ങളും നയിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ സ്റ്റാഫ് അഡ്വൈസർ വിനോദ് സാറിനും ഒപ്പം അനു മിസ്സിനും നിർമ്മല കോളേജ് യൂണിയന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഒപ്പം പ്രിൻസിപ്പാളിന്റെയും വൈസ് പ്രിൻസിപ്പാളിന്റെ ഒപ്പം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ബസാരച്ചൻ കോളച്ചനെയും നിർമ്മല കോളേജ് യൂണിയന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഇനി പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോടാണ്. ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ യൂണിയൻ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. അത് ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ 14-അംഗ പാനൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. നിങ്ങളുടെ ഈ സഹകരണം തുടർന്നും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. നാഷണൽ അംഗമാണ് എല്ലാവരും എഴുതിയിട്ടുള്ളത്. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जल